Project management. Project management practice of applying knowledge, skills, tools and techniques to complete project according to specific requirements. അവിടുത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോളജ്, സ്കില്ല്, ടൂള്, ടെക്നിക്സ് അതൊക്കെ കൂടി ചേർന്നതാണ് പ്രൊജക്റ്റ്. അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സൂ കംപ്ലീറ്റ് ചെയ്ത് ഒരു 26 years കൊണ്ടാണ്. അപ്പോൾ അതിനുള്ളിൽ പല ആൾക്കാരും ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അതിൽ കുറേ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കുറേ സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ആനിമൽസിനനുസരിച്ചുള്ള ആവാസ വ്യവസ്ഥ, അത് എവിടെയാണ് താമസിക്കുന്നത്, അവിടെ എവിടെയാണ് ആ മൃഗങ്ങളുള്ളത്, ആ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ, അതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതേപോലത്തെ ഉള്ളൊരു സിറ്റുവേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സ്കില്ലും നോളജും അതിനുള്ളൊരു ടാലൻറ്റൊക്കെ ആവശ്യമുള്ളതാണ്. ഇവിടെ ടാലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കില്ലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ പ്രൊജക്റ്റ് എന്നുള്ള പറയുന്നത്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, അതിന് വേണ്ട ഒരു സ്കില്ലൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. ഇറ്റ് കംസ് ഡൗൺ ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ക്രിയേറ്റിംഗ് പ്രോബ്ലം ടു സോൾവ് ദ പ്രോബ്ലം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, നമുക്ക് എന്താണ് അവിടെ വേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റിംഗ് എ പ്ലാൻ ടു സോൾവ് ദം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് എക്സിക്യൂട്ടിംഗ് ഓൺ ദാറ്റ് പ്ലാൻ അണ്ടിൽ ദ പ്രോബ്ലം ഹാസ് ബീൻ സോൾവ്ഡ്. അത് ആ പ്രോബ്ലം സോൾവ് ആവുന്നവരെ എന്ത് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ആ വർക്കിംഗ് ആവണ വരെ, ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, അത് ഇനിയും സമയമെടുക്കും, 2 മാസം കൂടി സമയമെടുക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പബ്ലിക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ബുക്ക് ചെയ്തവർക്ക് മാത്രം, അതായത് അതിൽ വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള പീരീഡ് എന്താണ് നമ്മൾ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഡ്യൂട്ടീസ് ഓരോരുത്തർക്ക് അലോട്ട് ചെയ്യണം. പിന്നെ അതൊരു ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ വരും. റൂട്ട് ഓഫ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ക്യാൻ ട്രേസ് ഫാർ ബാക്ക് ഓഫ് ബിൽഡിംഗ് ഓഫ് പിരമിഡ്സ് ആൻഡ് ഗീസ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അതായത് ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ, ചൈനയുടെ വൻമതിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് 40 കൊല്ലം കൊണ്ടൊക്കെയാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഓരോ പിരമിഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നും ഇതുപോലെ അവർ ചെയ്തിട്ടുണ്ടാവും, പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. റെയിൽവേസൊക്കെ 19th century റെയിൽവേസൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുണ്ടായിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, 20th century വന്നപ്പോൾ ടൈലറാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്ലൈ ടു പ്രൊജക്റ്റ് മാനേജ് വർക്ക് ഡേ, ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നത് ടൈലറാണ്, ഫെഡറിക് ടൈലറാണ്. പിന്നെ ഗാണ്ട്, ടൈലേഴ്സിൻ്റെ ഫോളോ ചെയ്തിട്ട് ഗാണ്ട് ചാർട്ടുകൾ, അതിനുവേണ്ടി ഒരു ചാർട്ട് മേക്ക് ചെയ്യുക, പ്രൊജക്റ്റ് വർക്കുകൾ ഇതേപോലെ ചെയ്യുന്നതിന് വേണ്ടി, കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഗാണ്ട് കൊണ്ടുവന്നു. വേൾഡ് വാറിൻ്റെ സെക്കൻഡ് സമയത്താണ് മോർ ഡീറ്റെയിൽഡ് സ്ട്രാറ്റജീസ്. പിന്നെ നമ്മൾ അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിലെന്ത് ചെയ്യുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദീസ് പ്രാക്ടീസസ് ഗ്രൂ പോപ്പുലർലി അക്രോസ് ദ ഇൻഡസ്ട്രീസ്. ഇത് നമ്മൾ അതായത് മിലിറ്ററിയിലാണ് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് വാറിൻ്റെ സമയത്ത് മിലിറ്ററിയിലാണ് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, എല്ലാ ഇൻഡസ്ട്രീസും അത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു 2000 ഒക്കെ ആവുന്നതോട് കൂടി അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വർക്കുകളും ഇതേപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇനി ഇമ്പോർട്ടൻ്റ് ഓഫ് ഹോസ്പിറ്റൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കുകയാണ്. ഹെൽത്ത് കെയർ പ്രൊജക്റ്റ് സ്കിൽ ഹാവ് ബീൻ ബിക്കം ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ടു ബിസിനസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൽ വേണ്ട ബെഡ് വേണം, എലിവേറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ റൂംസ് വേണം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടാണ്. അതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ബിൽഡിങ് പണിയുന്ന ഭാഗമൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ പ്രൊജക്റ്റ്. അപ്പോൾ അതിൽ ഇതുപോലെ മെഷീനറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു മെഷീനറീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻസ് വരികയാണ്. നമ്മൾ സ്പേസുകൾ കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അപ്ഡേഷൻ വരുമ്പോൾ ആ മെഷീനറി അല്ല, വേറൊരു ടൈപ്പ് ഓഫ് മെഷീനറിയാണ്. അതിൻ്റെ വെക്കുന്ന സ്ഥലവും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്തിനെ ബാധിക്കും, ഈ പ്രൊജക്റ്റിന്. അതായത് പിന്നീട് വേറൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നോക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആണ്. ഹാവ് മോർ പ്രെഡിക്റ്റബിൾ പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ
പ്രോസസ്സ് നമ്മൾ കുറച്ചും കൂടി പ്രെഡിക്റ്റ് ചെയ്ത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ബിൽഡിംഗ് വേണം, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വേണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അഡ്ഹിയർ ടു പ്രൊജക്റ്റ് ബഡ്ജറ്റ്, ഷെഡ്യൂള്, സ്കോപ്പ് ഓഫ് ഗൈഡൻസ്. നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം, ഷെഡ്യൂൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുക. ഏത് വർക്കായാലും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ്, പട്ടികയായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വീടിൻ്റെ പണിയായാലും ബേസ് ആദ്യം തറ പണിയും, പിന്നെ വാള് പണിയും, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കോൺക്രീറ്റ് മുകളിലുള്ള ഭാഗം പണിയും, പിന്നെ പ്ലാസ്റ്ററിങ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്, പിന്നെ ഫ്ലോറിങ്, ഇൻറ്റീരിയർ ഡിസൈൻസ്, അങ്ങനെ ഓരോരോ വർക്കുകളാണ്. ഓരോരുത്തരും ചെയ്യുന്ന വ്യത്യസ്ത ആൾക്കാരാണ്, ഒരേ ആൾക്കാരല്ല അത് ചെയ്യാം. എല്ലാവരും ഒരേ ആൾക്കാരല്ല ചെയ്യുക, ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്, അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഹോസ്പിറ്റലും ഇതുപോലെ. അപ്പോൾ ഓരോ ഷെഡ്യൂൾ ചെയ്യണം, ഓരോന്നും ഇന്ന വർക്ക് ഇത്ര സമയത്തിനുള്ളിൽ, ഇന്ന മെറ്റീരിയൽ കാര്യങ്ങൾ ഇൻപുട്സ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഷെഡ്യൂൾ വരുന്നത്. സ്കോപ്പ് ഗൈഡ് ലൈൻ, നമുക്കൊരു ഗൈഡ് ലൈൻസ് കിട്ടും. റിസോൾവ് പ്രൊജക്ട് റോഡ് ബ്ലോക്സ് ആൻഡ് എസ്കലേറ്റ് ഇഷ്യൂ ക്യുക്കർ ആൻഡ് ഈസി. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അതിൽ ബ്ലോക്ക് ഉണ്ടാവാനായിട്ട് കംപ്ലീറ്റ് ആവാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അത് എസ്കലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുക, അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. ഐഡൻറ്റിഫൈ ദ ടെർമിനേറ്റ് പ്രൊജക്ട് ദാറ്റ് ഡു നോട്ട് ഹാവ് റെലവൻറ്റ് ബിസിനസ് വാല്യൂ. അതായത് നമുക്ക് ഈ പ്രൊജക്റ്റ് വേണ്ടാന്ന് വെക്കാനായിട്ട് പാടില്ല. അതായത് പകുതി വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ബ്രേക്ക് ആവാനായിട്ട് പാടില്ല. അപ്പോൾ സൂവിൻ്റെ കാര്യത്തിലൊക്കെ കുറേ കഴിഞ്ഞിട്ട് അത് വർക്ക് നിലച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമയത്ത് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്തത് നമ്മൾ വേസ്റ്റ് ആവും. അപ്പോൾ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ആവാനൊന്നും പാടില്ല. നെക്സ്റ്റ് വരുന്നത് ബിക്കം മോർ എഫിഷ്യൻ്റായിട്ട് ചെയ്യണം. ഇംപ്രൂവ് കൊളാബറേഷൻ അക്രോസ് വിത്തിൻ ദ ടീംസ് തമ്മിൽ ഒരു കൊളാബറേഷൻ വേണം. ഐഡൻറ്റിഫൈ ആൻഡ് പ്ലാൻ ഫോർ റിസ്ക്. നമുക്ക് കൃത്യമായിട്ട് അതിലുണ്ടാവുന്ന റിസ്ക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്യാനായിട്ട് സാധിക്കണം, അറിയാൻ പറ്റണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്, മെയിനായിട്ട് ഇമ്പോർട്ടൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്.